ബയോളജിക്കൽ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ചസിന് ഒരു വേൾഡ് വൈഡ് ആയിട്ട് ലെറ്റ്സ് കുറേ കാലങ്ങളായിട്ട് ഒരു ഡിസ്കഷൻസിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. What do you think? What is your take about it? Because I don't think many people are actually taking the middle part. It is either all at once or nothing at all. Either people are going too much into the holistic approaches അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റിലായിരിക്കും. So as a dentist, I would like to know what is your take on this. ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള കൺവെൻഷണൽ ഡെൻറ്റിസ്റ്റുകളെല്ലാം ഇതിനെ അടച്ചാക്ഷേപിക്കാം. ലൈക്ക് ഇത് ശരിയായിട്ടുള്ള പ്രാക്ടീസ് അല്ല, ശരിക്കുള്ള ഡെൻറ്റിസ്ട്രി ഇതല്ല, ഇതിനകത്ത് സയൻറ്റിഫിക് പ്രൂഫ്സ് ഇല്ല, ഇങ്ങനെ ഇപ്പം ലൈക്ക് ഓയിൽ പുള്ളിങ് ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക് പ്രൂഫ്സ് ഇല്ല, അതുകൊണ്ട് അത് വാലിഡ് അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ഡെൻറ്റിസ്റ്റുകളുണ്ട്. അതേ സമയത്ത് കൺവെൻഷണൽ ഡെൻറ്റിസ്ട്രി ലൈക്ക് റൂട്ട് കനാൽ, ഇംപ്ലാന്റ്സ്, ഫില്ലിംഗ്, അമാൽഗം ഫില്ലിംഗ്, കോമ്പോസിറ്റ് ഫില്ലിംഗ് ഇതെല്ലാം തെറ്റാണ്. ഇതിന് പകരം നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ചസ് എടുക്കണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡെൻറ്റിസ്റ്റുകളുണ്ട്. പണ്ട് ഒരു പല്ലിനകത്ത് കേടുണ്ടെങ്കിൽ ആ കേടിനെ ഹോളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു ചെറിയ കേടാണെങ്കിലും വലിയൊരു ക്യാവിറ്റി ഉണ്ടാക്കി അതിനെ അടയ്ക്കും. അവിടുത്തെ ഏറ്റവും വലിയ ഫോക്കസ് ആ കേടായിരുന്നു. ഗ്രാജുവലി ഡെൻറ്റിസ്റ്റുകൾ ബയോമിമെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഹോൾ ടൂത്തിനെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു നേരത്തെ ഒരു പേഷ്യൻ്റ് ഒരു കേടുമായിട്ട് വരുമ്പം അവരുടെ എല്ലാം ഫോക്കസ് ആ കേടിലായിരുന്നു. ഗ്രാജുവലി അവർ ആ കേട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടൂത്തിൻ്റെ ഹോൾ വെൽനെസ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഹോൾ ടൂത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിനകത്തൂടെയാണ് ബയോമിമെറ്റിക് ഡെൻറ്റിസ്ട്രി ഇപ്പം ഒരുപാട് വേൾഡ് വൈഡായിട്ട് ഇവോൾവ് ചെയ്യണത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ കേടിൽ നിന്ന് സിംഗിൾ ടൂത്തിലേക്ക് വന്ന അപ്രോച്ച് വരെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെൻറ്റിസ്റ്റുകളും എത്തി നിൽക്കുന്നത്. ഹോളിസ്റ്റിക്കിൽ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് പല്ലിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഹോൾ പേഷ്യൻറ്റിനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൂത്തിൽ ഫോക്കസ് ചെയ്യാതെ അതിന് ചുറ്റും ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ട്, അത് ജീവനുള്ള ഒരാളാണ്, അത് ഒരു എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ടൂത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ടൂത്ത് ഒരു മനുഷ്യൻ്റെ ഭാഗമാണെന്നും ആ ഒരു ടൂത്ത് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു എൻറ്റയർ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി. നമ്മളൊരു പല്ലിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പല്ലിന് ചുറ്റുമുള്ള ഹോൾ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അതിനകത്തൂടെ ഒരു ഡെൻറ്റിസ്റ്റിന് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നല്ലൊരു ചേഞ്ചും വരുത്താം, അയാളുടെ ഒരു ലൈഫ് ക്വാളിറ്റി എൻറ്റയർലി നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചേഞ്ചും വരുത്താം.